ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ നാടൻ വാഴപ്പൂ തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വാഴക്കൂമ്പ് തോരൻ, വാഴച്ചുണ്ട് തോരൻ എന്നൊക്കെ പറയും. നല്ല നാടൻ ടേസ്റ്റുള്ള നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള തോരൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു വാഴക്കൂമ്പാണ്. ആദ്യം നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതാദ്യം ചെയ്യാം. ഈ ഭാഗം കുറേ നമുക്ക് മാറ്റിക്കളയണം. ഈ കളർ മാറിയിട്ട് ചെറുതായിട്ടൊരു വൈറ്റ് കളർ വരുന്നവരെ നമുക്കിത് മാറ്റിക്കളയാം. ഈ കളർ തൊട്ട് നമുക്ക് അരിയാൻ തുടങ്ങാം. കയ്യിൽ കുറച്ച് എണ്ണ തടവിട്ട് അരിഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ കറയാകും. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരിട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കി വെച്ചേക്കുവാണ്. നമ്മൾ ഇതിലേക്കാണ് നമ്മുടെ വാഴക്കൂമ്പ് അരിഞ്ഞിടുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ചില വാഴക്കൂമ്പിൽ കയ്പുണ്ടാകുമല്ലോ, അത് പോകാനും നമ്മുടെ വാഴക്കൂമ്പിൻ്റെ കറ പോകാനും വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് എണ്ണയൊന്നും തടവിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താലും മതിയാകും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത്. ഇനി ഇതിലേക്ക് നമ്മുടെ വാഴക്കൂമ്പ് അരിഞ്ഞിടാം. ഞാനിങ്ങനെ കൊത്തിയാണ് അരിയണത്. അപ്പോൾ ഇത്രയും ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ഇനി അരിയുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ നടുഭാഗത്തൊരു വൈറ്റ് കളർ ഭാഗമുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ചേർക്കരുത്. അത് ചേർക്കുമ്പോൾ ചിലപ്പോൾ കയ്പുണ്ടാകും. ഈ ഭാഗം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അരിയണ പോലെ അരിഞ്ഞാൽ മതി. ഈ ഭാഗത്ത് പെടാൻ നമുക്കിങ്ങനെ കൊത്തി അരിയാം. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് അരിഞ്ഞെടുത്തു. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ഇതിട്ടിരിക്കാം. എന്തെങ്കിലും കയ്പൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. അപ്പോൾ നമ്മുടെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 പച്ചമുളക്, 3 ചെറിയ ഉള്ളി. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ തേങ്ങ മാത്രം ഒന്ന് ചതച്ചെടുക്കാം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്. നമ്മൾ തോരനൊക്കെ ചതച്ചെടുക്കൂലേ, അതുപോലെ ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് കറക്കിയെടുത്തിട്ട് നമുക്ക് ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് കറക്കിയെടുത്താൽ മതി. നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പച്ചമുളകും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. അരഞ്ഞു പോകരുത് നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകും. നമ്മുടെ അരപ്പ് റെഡിയാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ നമ്മുടെ വാഴക്കൂമ്പിൻ്റെ കൂടെ കുറച്ച് വൻപയർ ചേർക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വൻപയർ ചേർക്കാം, അതും അല്ലെങ്കിൽ ചെറുപയർ അല്ലെങ്കിൽ പരിപ്പ്, ഏത് വേണേലും ചേർക്കാം. ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, വാഴക്കൂമ്പ് മാത്രം ചേർത്താലും മതിയാകും. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ടു. അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നു. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് വേവിച്ച് വെച്ചേക്കണതാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നാടൻ റെസിപ്പി ആയ കാരണം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് നമ്മുടെ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരണം, അതുവരെ വഴറ്റി കൊടുക്കുക. ഇപ്പം എന്താ നോക്കിയാൽ നമ്മുടെ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് 2-3 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് പയർ ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചേക്കണ പയർ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കിതിനി നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം 1-2 പ്രാവശ്യം. അപ്പോൾ അതാ ഒരു 5 മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ചു. നമ്മുടെ തോരനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തുറന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. എന്തെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മുടെ തോരൻ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യണതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ തോരന്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.